ആദ്യമായിട്ട് ഞാൻ പറഞ്ഞതിന്റെ പൊരുള് അദ്ദേഹത്തിനോ അദ്ദേഹത്തിന്റെ പാർട്ടിക്കോ മനസ്സിലായിട്ടില്ല എനിക്ക് തോന്നുന്നു. ഞാൻ പറഞ്ഞത് കേരള കോൺഗ്രസ് എം എന്ന് പറയുന്നത് മാണി സാർ സ്ഥാപിച്ചൊരു പാർട്ടിയാണ്. അത് നശിച്ചു പോകേണ്ട പാർട്ടിയല്ല. ഈ നമ്മുടെ നാട്ടിലെ ഒരു രാഷ്ട്രീയ സാമൂഹിക സന്തുലിതാവസ്ഥ, ഈക്വിലിബ്രിയം എന്ന് പറയും, അത് നിലനിന്ന് പോകണമെങ്കിൽ ശക്തമായ പ്രതിപക്ഷവും വേണം. ഐക്യനാധിപത്യ മുന്നണി ഒരു നല്ല ഭരണം കാഴ്ചവെക്കുന്ന കാര്യത്തിൽ ഉറപ്പാണ്. പക്ഷെ ഏതെങ്കിലും ഒരു കാരണവശാൽ കർഷകർക്ക് വിരുദ്ധമായ രീതിയിലോ എന്തെങ്കിലും ഒരു നിലപാട് വന്നാൽ കർഷകർക്ക് വേണ്ടി ശബ്ദിക്കാൻ ഇന്ന് പ്രതിപക്ഷത്തൊരു എം എൽ എ ഇല്ല. കേരള കോൺഗ്രസ് പാർട്ടിയാണ് ആദ്യമേ ഈ വിഷയങ്ങളിൽ പ്രതികരിക്കുന്നത്. ഇന്ന് അവർക്കൊരു എം എൽ എ ഇല്ല. ആ ഒരു കാര്യമാണ് ഞാൻ പറഞ്ഞത്, അന്ന് പറഞ്ഞത്. അതുപോലെ ഈ സ്വാർത്ഥപുത്രൻ എന്നൊക്കെ പറയുമ്പോൾ പി ജെ ജോസഫ് എന്ന ഒരു നേതാവിന് ഈ വർഷം 85 വയസ്സ് തികയായി. ജീവിതകാലം മുഴുവൻ ഒരു ജനപ്രതിനിധിയായിട്ട് വേണമെങ്കിൽ അദ്ദേഹത്തിന് നിൽക്കാമായിരുന്നു. ഈ പ്രശ്നം നിന്നാൽ എനിക്ക് കിട്ടിയ ഭൂരിപക്ഷത്തേക്കാൾ കൂടുതൽ ഭൂരിപക്ഷം കിട്ടി തുടർന്ന് ജയിക്കും. വീണ്ടും ക്യാബിനറ്റിൽ വന്നു കയറും. നിസ്വാർത്ഥത എന്താണെന്ന് കേരള ജനതയെ കാണിച്ചു കൊടുത്ത നേതാവ് പി ജെ ജോസഫാണ്. അദ്ദേഹം പറഞ്ഞു, ആരോഗ്യപരമായ കാരണങ്ങളാൽ ഞാൻ വിഡ്രോ ചെയ്യുന്നു. ആ വിഡ്രോ ചെയ്തത് അംഗീകരിച്ചതിന്റെ ഫലമാണ് 44,291 വോട്ട് തൊടുപുഴയിൽ ലഭിച്ചത്. അതുകൂടാതെ തൊടുപുഴയിൽ റെക്കോർഡ് പോളിംഗ്, അതായത് 1,47,000 വോട്ട് പോൾ ചെയ്തതിൽ 84,700 പര വോട്ട്, ആദ്യമായിട്ടാണ് 80,000 കടക്കുന്നത് തൊടുപുഴയിലെ UDFന്റെ വോട്ട്. അതും ജനങ്ങളത് മനസ്സുകൊണ്ട് സ്വീകരിച്ചു എന്നുള്ളതിന്റെ ഒരു പ്രശ്നമാണ്. അപ്പൊ അതൊക്കെ ചുമ്മാ ഒരു രാഷ്ട്രീയപരമായി പറയാം. അതുപോലെ അദ്ദേഹം കുറെ കണക്കുകൾ പറഞ്ഞു. അതായത് വോട്ട് ഷെയർ നോക്കിയാൽ ജനപിന്തുണ കേരള കോൺഗ്രസ് എമ്മിനാണ്. അതായത് 5,65,000 വോട്ട് ലഭിച്ചു. ജോസഫ് വിഭാഗത്തിന് 5,30,000 വോട്ടിന്റെ ഭൂരിപക്ഷം അവർക്കുണ്ട്. 12 നിയോജകമണ്ഡലങ്ങളിൽ മത്സരിച്ച ഒരു പാർട്ടി 8 നിയോജകമണ്ഡലം മത്സരിച്ച ഒരു പാർട്ടിയേക്കാളും 35,000 വോട്ടേ കൂടുതൽ ലഭിച്ചുള്ളൂ എന്ന് പറയുന്നത് തന്നെ ജനപിന്തുണ ഇല്ലതിന്റെ ലക്ഷണമാണ്. 3 സ്ഥലങ്ങളിലാണ് പരസ്പരം മത്സരിച്ചത്. തൊടുപുഴയിൽ അവരുടെ സ്ഥാനാർത്ഥി തോറ്റത് 44,291. അവരുടെ സ്ഥാനാർത്ഥിക്ക് 40,000 വോട്ടേ കിട്ടിയുള്ളൂ. ആ സ്ഥാനാർത്ഥിക്കാൾ കൂടുതൽ വോട്ട് ഭൂരിപക്ഷമുണ്ട്. കടുത്തുരുത്തിയിൽ മത്സരിച്ച് മോൻസ് ജോസഫ് ജയിച്ചത് 31,300 വോട്ടിനാണ്. ചങ്ങനാശ്ശേരിയിൽ ജയിച്ചത് 8,000 പര വോട്ടിനാണ്. ഇരിക്കൂർ അവരുടെ സ്ഥാനാർത്ഥി തോറ്റത് 44,000 വോട്ടിൽ പരമാണ്. അപ്പൊ എല്ലായിടത്തും ചെറിയ മാർജിനേ ഉള്ളൂ. ജനങ്ങൾ കൂടെയാണ് എന്ന് ഞാൻ പറയുന്നത്. കണക്കുകളൊക്കെ കഴിഞ്ഞ സമയം കഴിഞ്ഞു, ഇനി പ്രവൃത്തിയുടെ സമയമാണ്.